100 ടൺ ഭാരമുള്ള ഭീമാകാരമായ പാറകൾക്ക് മുന്നിൽ നിങ്ങൾ നിൽക്കുന്നതായി ഒന്ന് സങ്കല്പിക്കുക. ഗുരുത്വാകർഷണ ബലത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തറയുമായി യാതൊരു ബന്ധവുമില്ലാതെ വായുവിൽ പൊങ്ങി നിൽക്കുന്ന പാറകൾ ഏതു നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ളതുപോലെ അസ്ഥിരമായി നിൽക്കുന്നു. വിചിത്രമെന്ന് പറയട്ടെ, യഥാർത്ഥത്തിൽ ഇവയെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളോളമായി ചലിക്കാതെ നിൽക്കുകയാണ്. ഈ അത്ഭുത പാറകൾ പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും ലംഘിക്കുന്നതായി നമുക്ക് തോന്നും. നമുക്കിവയുടെ ഓരോ കോണിലും നിഗൂഢതകൾ അനുഭവപ്പെടുകയും ചെയ്യും. ഈ പ്രതിഭാസങ്ങളെല്ലാം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല, ഈ ഭീമാകാരമായ മാസ്റ്റർ പീസുകൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന ചോദ്യം ഗവേഷകരെ കുഴയ്ക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇവയെല്ലാം ഇത്ര വിചിത്രമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങളോളമായി ഇവയെല്ലാം എങ്ങനെയായിരിക്കും ചലിക്കാതെ നിൽക്കുന്നത്? നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ 7 പാറകളെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അവയോടൊപ്പം പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളും പ്രകൃതിയും ചരിത്രവും നമുക്ക് നൽകിയ ധാരാളം അത്ഭുതങ്ങളും. നമ്മൾ ആദ്യം പോകുന്നത് കിഴക്കൻ സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ അൽ അഹ്സ മേഖലയിലെ അൽ തൊത്തിർ എന്ന ഗ്രാമത്തിൽ ഒരു ഭീമൻ കല്ലുണ്ട്. റോഡരികിൽ പൊങ്ങിക്കിടക്കുന്ന ഭീകരമായ പാറ. ഇത് ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ തറയിൽ സ്പർശിക്കാതെ വായുവിൽ പറന്നു നിൽക്കുന്നതായി നമുക്ക് തോന്നും. ഈ പാറ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതാണ്. ജെറുസലേമിൽ ഒരു ഫ്ലോട്ടിംഗ് പാറയുണ്ട്. വായുവിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളമായി ഉയർന്നു നിൽക്കുന്ന പാറ. ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠിച്ചുവെങ്കിലും കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ഈ പാറയെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വന്ന ഒരു ചിത്രമാണിത്. എന്നാൽ 2016 ഈ ഉയർന്നു നിൽക്കുന്ന പാറയുടെ വസ്തുത പുറത്തു വന്നിരുന്നു. ഈ പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം കണ്ട പോലെ സൗദി അറേബ്യയിലെ ഒരു ഗ്രാമത്തിൽ റോഡ് സൈഡിലാണ്, അല്ലാതെ ഇസ്രായേലിലല്ല. മാത്രമല്ല, വലിയ പാറ 3 ചെറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ തൂണിലാണ് നിൽക്കുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പോലെ ഈ പാറ വായുവിൽ പറന്നു നിൽക്കുന്നില്ല എങ്കിലും ഈ ചെറിയ 3 കല്ലുകൾ ഇത്ര വലിയ പാറയെ എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത്? അൽഖറ ഉൾപ്പെടുന്ന ഈ അൽ ഹസ്ന എന്ന പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരികപരമായും ചരിത്രപരമായും ഒരുപാട് പ്രാധാന്യമുള്ള പ്രദേശമാണിത്. ഇനി നമ്മൾ പോകുന്നതും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദിയിലെ തൈമ മരുപ്പച്ചയിൽ നിന്നും 50 കിലോമീറ്റർ തെക്കോട്ട് മാറി അൽ നസ്ല എന്ന വിചിത്രമായൊരു പാറ സ്ഥിതി ചെയ്യുന്നുണ്ട്. മരുപ്രദേശത്തിൻ്റെ നടുവിലായി ആരോ എടുത്തു വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ പാറക്കല്ല് കാണപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രധാന സവിശേഷത ഇതല്ല. 2 പിളർന്ന അവസ്ഥയിലാണ് പാറയുള്ളത്. ഒരു സ്കെയിൽ ഉപയോഗിച്ച് ആരോ വളരെ കൃത്യമായി മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് പോലുള്ള 2 പിളർപ്പുകൾ. 90 ഡിഗ്രിയിൽ പാറയുടെ ഏതാണ്ട് ഒത്ത നടുവിലൂടെയാണ് ഈ വിള്ളലുണ്ടായിരിക്കുന്നത്. 6 മീറ്ററുകൾ, അതായത് 20 അടിയോളം ഉയരമുണ്ട് ഈ പാറക്കല്ലുകൾക്ക്. വളരെ ചെറിയ 2 മണൽക്കൂനകൾ ഈ പാറകൾക്കടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മണൽക്കൂനകൾക്ക് മുകളിലാണ് ഈ 2 പിളർപ്പുകളും സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് വളരെ കൃത്യമായി തന്നെ മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് പോലുള്ള ഈ വിചിത്ര രൂപം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇതുപോലെ തന്നെ അല്ലെങ്കിലും ഇതിനോട് സാമ്യമുള്ള പല പ്രതിഭാസങ്ങളും ലോകത്തെ പല കോണിലും നമുക്ക് കാണുവാൻ സാധിക്കും. പെർഫ്ലക്സിംഗ് ഫോർമേഷൻ എന്ന പ്രതിഭാസമാണ് ഇത്തരത്തിലുള്ള പാറകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. ആ പ്രദേശത്തെ താപനിലയും കാറ്റുമാണ് ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. പാറക്കല്ല് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് വ്യക്തമായൊരു ധാരണ ലഭിച്ചു എങ്കിലും ഇത് പിളർന്നത് എങ്ങനെയെന്ന് സംബന്ധിച്ച് വ്യത്യസ്തമായ പല അറിവുകളുമാണുള്ളത്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിച്ച് കേട്ടിട്ടുള്ളത് ഈ പാറകൾ രൂപപ്പെട്ടത് ഭൂമിക്ക് മുകളിൽ വെച്ചല്ല, ഇത് ഭൂമിയുടെ അടിയിൽ വെച്ച് രൂപപ്പെട്ടതാണ്. ഇത് ഭൂമിക്ക് അടിയിലായിരുന്നപ്പോൾ സ്ഥിതി ചെയ്തിരുന്നത് 2 ഫലകങ്ങൾക്കിടയിലുള്ള വിള്ളലിലായിരുന്നു. അത് പരസ്പരം തെന്നി നീങ്ങാൻ തുടങ്ങിയപ്പോൾ സമാനമായ സ്ഥിതിയിൽ പാറകളും പിളർന്നു. പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചുറ്റിലുമുള്ള മണലെല്ലാം അപ്രത്യക്ഷമായി മാറിയപ്പോഴാണ് ഇത് ഇന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. സൗദിയിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ജപ്പാനിലേക്കാണ്. ജപ്പാനിൽ ഉപരിതലത്തിൽ തൊടാതെ തടാകത്തിന് മുകളിൽ വിചിത്രമായി പൊങ്ങിക്കിടക്കുന്ന ഒരു ഭീമൻ കല്ലുണ്ട്. ഗുരുത്വാകർഷണ ബലത്തെയോ സമയത്തെയോ ബാധിക്കാതെ
വായുവിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വലിയ പാറ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ സൈറ്റ് ഒരു മാന്ത്രികത പോലെയാണ്. 500 ടണ്ണോളം ഭാരമുള്ള ഈ വലിയ കല്ല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നും. ഇഷിനോ ഹോഡൻ എന്ന ഈ അതിഭീമൻ കല്ല് ജപ്പാനിലെ ഹൈഗോ പ്രിഫെക്ചറിലെ തക്കസാഗോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷിൻഡോ ദേവാലയത്തിൻ്റെ മൈതാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഡഫ് പാറയാണ്, അതായത് അഗ്നിപർവ്വത വിസ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം കൊണ്ട് നിർമ്മിതമായ പാറ. 500 ടണ്ണോളമാണ് ഈ കല്ലിൻ്റെ കനം. 6.4 മീറ്റർ വീതിയും 5.7 മീറ്റർ ഉയരവും 7.2 മീറ്റർ കനവുമുണ്ട്. ഒരു വശം പിരമിഡിൻ്റെ മുകൾ ഭാഗം പോലെയാണ് ഇരിക്കുന്നത്. ചുറ്റിലുമുള്ള അടിത്തട്ടിനും മെഗാലിത്തിസിനും ഇടയിലൂടെ ഒരാൾക്ക് വളരെ സുഗമമായി തന്നെ കടന്നു പോകുവാൻ സാധിക്കും. ഇതിൻ്റെ അടിത്തട്ടിൻ്റെ മധ്യഭാഗത്ത് ഒരു തൂൺ കൊത്തിവെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ആർക്കും കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് തടാകത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ താഴെയുള്ള തടാകം ഏറ്റവും വലിയ വരൾച്ചാക്കാലത്ത് പോലും ഒരൽപ്പം പോലും പറ്റിയിട്ടില്ല. ഈ നിഗൂഢതകളുടെ എല്ലാം ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ധാരാളം ഗവേഷണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഒട്ടേമെ യൂണിവേഴ്സിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടെ തക്കസാഗോ സിറ്റി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇതിനെ പൂർണ്ണാകൃതി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ലേസർ 3D അളവുകൾ നടത്തി. എങ്കിലും ഇതെങ്ങനെ എപ്പോൾ രൂപം കൊണ്ടു എന്നതിനെപ്പറ്റി പൂർണ്ണമായി കണ്ടെത്താൻ സാധിച്ചതുമില്ല. 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവസാന ക്രിട്ടീഷ്യസിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലം പുറപ്പെട്ട പൈറോക്ലാസ്റ്റിക് പ്രവാഹത്തിൻ്റെ കട്ടിയുള്ള നിക്ഷേപം മൂലം രൂപം കൊണ്ട കല്ലുകളിൽ ഒന്നാകാനാണ് സാധ്യത. 2000 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് സംഭവിച്ച വലിയ പേമാരിയിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിച്ച 2 ദൈവങ്ങൾ ഈ പാറകൾക്കുള്ളിലുണ്ടെന്നും പാറകൾക്കുള്ളിലുള്ള ദൈവം ചക്രവർത്തിക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രതിവിധികളെല്ലാം പറഞ്ഞുകൊടുത്തുവെന്നും അതനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് പേമാരിയിൽ നിന്നും രാജ്യം രക്ഷപ്പെട്ടത് എന്നുമാണ് അവിടുത്തുകാരുടെ വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്ററുകളെക്കാളും ഉയരമുള്ള പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറ പറയപ്പെടാത്ത ധാരാളം കഥകൾക്കും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് രഹസ്യങ്ങൾക്കും നിശബ്ദ സാക്ഷിയാണ്. ഇനി നമ്മൾ പോകുന്നത് മ്യാൻമറിലേക്കാണ്. ഇവിടെ ബുദ്ധൻ്റെ മുടിയിൽ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്വർണ്ണ പാറയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് ഉരുണ്ടുവരും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഗുരുത്വാകർഷണ ബലത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള ഈ വലിയ കല്ല് മ്യാൻമറിൽ ലോകസഞ്ചാരികൾക്കും ബുദ്ധമത വിശ്വാസികൾക്കും ഒരു ആകർഷണമായി തന്നെ നിൽക്കുകയാണ്. കാക്റ്റിയോ പഗോഡ അഥവാ ഗോൾഡൻ റോക്ക് മ്യാൻമറിലെ മോണ സ്റ്റേറ്റിലുള്ള ഏറ്റവും പ്രശസ്തമായ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണിത്. ഐതിഹ്യമനുസരിച്ച് സ്വർണ്ണപ്പാറ ഭഗവാൻ ശ്രീബുദ്ധൻ്റെ മുടിയുടെ ഒരു ഇഴയിൽ അനിശ്ചിതമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഈ ഒരു പാറ ഗുരുത്വാകർഷണ ബലത്തെ വെല്ലുവിളിക്കുന്നതായി നമുക്ക് തോന്നാം. കാരണം ഇത് കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ടുവരുന്നതിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. മോൺ സംസ്ഥാനത്തെ കയാക്ടോയ്ക്ക് സമീപത്തുള്ള ടെനാസെറിയം തീരത്തിൻ്റെ വടക്കൻ ഭാഗത്താണ് പഗോഡ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്ററുകൾ ഉയരത്തിലുള്ള കയാറ്റിയോ കുന്നിൻ്റെ മുകളിലാണ് ഗോൾഡൻ റോക്ക് സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതും ഗോൾഡൻ റോക്ക് എന്നറിയപ്പെടുന്നതുമായ ഈ പഗോഡ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പാറക്കെട്ടിന് ഏകദേശം 25 അടി ഉയരവും 50 അടി ചുറ്റളവുമുണ്ട്. പാറക്കെട്ടിന് മുകളിൽ പഗോഡയ്ക്ക് ഏകദേശം 7.3 മീറ്റർ ഉയരമുണ്ട്. ഈ ഗ്രാനൈറ്റ് പാറ ചെരിഞ്ഞ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സമ്പർക്ക വിസ്തീർണം വളരെയേറെ കുറവാണ്. ചെറിയ കാറ്റിൽ പോലും താഴേക്ക് ഉരുളുവാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. കഴിഞ്ഞ 2500-ലും അധികം വർഷക്കാലത്തോളമായി ഈ കല്ല് ഇത്ര കൃത്യമായി ഇവിടെ തന്നെ എങ്ങനെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. വെറും 78 സെൻറ്റിമീറ്റർ വിസ്താരം മാത്രമുള്ള വളരെ ചെറിയ ഒരു സ്ഥലത്താണ് ഈ കല്ല് നിൽക്കുന്നത്. ഇത്രമാത്രം പ്രയാസമേറിയ സ്ഥലത്ത് ഈ കല്ല് ഉരുണ്ടുപോകാതെ വളരെ കൃത്യമായി നിൽക്കുന്നതിനുള്ള കാരണം ശ്രീബുദ്ധൻ്റെ മുടിയിഴകളാണെന്നാണ് അവിടുത്തുകാരുടെ വിശ്വാസം. അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഭൂമിശാസ്ത്രപരമായ ഒരു അത്ഭുതമുണ്ട്. തമിഴ്നാട്ടിലെ മാമല്ലപുരം എന്ന ചരിത്രപ്രസിദ്ധമായ തീരപട്ടണത്തിൽ 45 ഡിഗ്രി ചെരിവിലുള്ള ഒരു കുന്നിൻ ചെരുവിൽ ചെറിയ കോൺക്രീറ്റ് പ്രതലത്തിൽ സന്തുലിതമായി നിൽക്കുന്ന ഭീമൻ കല്ലുണ്ട്. 250 ടണ്ണിലും അധികം ഭാരമുള്ള 6 മീറ്റർ ഉയരവും 5 മീറ്റർ വ്യാസവുമുള്ള
കൃഷ്ണ ബോൾ എന്ന പ്രകൃതിയുടെ അത്ഭുതമായി തോന്നിക്കുന്ന വലിയ കല്ല്. 1.2 മീറ്ററോളം ഉയരമുള്ള ഒരു സ്തംഭത്തിൻ്റെ മുകളിലുള്ള ചെരുവിൽ ഇത് പൊങ്ങിക്കിടക്കുന്നതായി തോന്നും. ഈ പാറയ്ക്ക് ഏകദേശം 1200 വർഷക്കാലത്തോളം പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. പാറയുടെ ഒരു വശം പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള പാറയാണ്. എന്നാൽ അതേസമയം മറ്റു 3 വശത്തു നിന്നും നോക്കിയാലും വളരെ കൃത്യമായി തന്നെ വൃത്താകൃതി നമുക്ക് കാണുവാനും സാധിക്കും. ഈ പാറക്കല്ലൊന്ന് ഉരുട്ടി മാറ്റുവാൻ പലരും പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഇതൊന്ന് അനക്കാൻ പോലും സാധിച്ചിട്ടേയില്ല. BC 7-ാം നൂറ്റാണ്ടിൽ ഒരു പല്ലവ രാജാവ് ശത്രുകരങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഈ പാറ അനക്കാൻ ശ്രമിച്ചു. 1908-ൽ ധാരാളം ശ്രമങ്ങൾ പലരും നടത്തി നോക്കി. അതെല്ലാം പരാജയപ്പെട്ടു. പിന്നീട് ഈ പാറയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് അപകടം സംഭവിക്കുമെന്ന് മദ്രാസ് ഗവർണറായിരുന്ന ആർത്തലി ആശങ്ക പ്രകടിപ്പിച്ച് പാറ തള്ളി നീക്കുന്നതിന് വേണ്ടി ആനകളെ കൊണ്ട് ശ്രമങ്ങൾ നടത്തി. ഇത് ഗുരുത്വാകർഷണ നിയമങ്ങളെല്ലാം ധിക്കരിച്ചു നിൽക്കുന്ന അത്ഭുതമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് ഇന്നീ വലിയ പാറ. ഇനി നമ്മൾ പോകുന്നത് ജപ്പാനിലെ മസൂഡ ഗ്രാമത്തിലേക്കാണ്. തക്കായി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മസൂഡ ഗ്രാമത്തിൽ വിശദീകരിക്കാനാകാത്ത നിഗൂഢതകൾ നിലനിൽക്കുന്ന ഒരു വലിയ പാറയുണ്ട്. മസൂഡാനോ ഇവാഫ്യൂൺ പാറ. കുന്നിനു മുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ദുരൂഹതയാണിത്. 11 മീറ്ററോളം നീളവും 8 മീറ്റർ വീതിയും 4.7 മീറ്റർ ഉയരവും 800 ടണ്ണിലും കൂടുതൽ ഭാരവുമുള്ള ഈ ഭീമൻ വെറുമൊരു പാറയല്ല, നിഗൂഢതകളുടെ വലിയ സൃഷ്ടിയാണ്. പാറയുടെ മുകൾ വശം പരന്നതും 1 മീറ്റർ നീളമുള്ള 2 ചതുരാകൃതിയിലുള്ള ദ്വാരങ്ങളും സമാന്തരമായ വരമ്പുകളും നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഈ സവിശേഷതകളെല്ലാം ഇതിനെ അസാധാരണമാക്കി മാറ്റുന്നു. ഇതിപ്പോൾ ആരാണ് സൃഷ്ടിച്ചത്? ഈ ചോദ്യം നൂറ്റാണ്ടുകളോളമായി നിഗൂഢമായി തന്നെ തുടരുകയാണ്. ഈ പാറയിൽ ഇത്രയും വ്യക്തമായ ഒരു ആകൃതി കൊത്തിവെച്ചത് ആരായിരിക്കും? ഇതിലെ ഓരോ അടയാളങ്ങളും ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്. കാലത്തിന് മായ്ക്കുവാൻ കഴിയാത്ത ഒരു അതിപുരാതന നാഗരികതയുടെ അവശിഷ്ടമാണിത്. ചെരുവിൻ്റെ മുകൾ വശം നിലത്തു നിന്നും 45 ഡിഗ്രി കോണിൽ മിനുസപ്പെടുത്തിയിരിക്കുന്നു. മറ്റു 3 വശങ്ങളിലും ട്രെല്ലിസ് ആകൃതിയിലുള്ള ഉളി അടയാളങ്ങൾ നിലത്തോട് ചേർന്ന് കാണുവാൻ സാധിക്കും. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ പോലും ഗ്രാനൈറ്റ് കൊത്തിയെടുക്കുക എന്നത് വളരെയേറെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് സാങ്കേതികമായൊരു അത്ഭുതമായി തന്നെ തുടരുന്നു. ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട്. നിരവധി ബുദ്ധക്ഷേത്രങ്ങളുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മതപരമായ ആചാരങ്ങൾക്കായി നിർമ്മിച്ചതായിരിക്കാം. അടുത്തതായി ഇത് ചാന്ദ്ര കലണ്ടറായോ ആദ്യകാല ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളുമായോ ബന്ധപ്പെട്ട് നിർമ്മിച്ചതുമാകാം. ഒരുപക്ഷെ ഇത് രാജകുടുംബത്തിൽപ്പെട്ടവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിനായി നിർമ്മിക്കപ്പെട്ട കല്ലറയുമാകാം. ഇത് വെറും സാധ്യതകൾ മാത്രമാണ്. ഇന്നും ഈ രൂപം ആരാണ് നിർമ്മിച്ചത്, അവർ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്നതെല്ലാം നിഗൂഢമായി തന്നെ നിൽക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് നോർവേയിലേക്കാണ്. നോർവേയിലെ റോഗാലാൻഡ് കൗണ്ടിയിലെ സാൻനെറ്റ് മുനിസിപ്പാലിറ്റിയിലെ ഒരു പർവ്വതമാണ് കെജോങ് അഥവാ കിരാഗ്. ഈ പർവ്വതത്തിൽ ഒരു പാറയുണ്ട്, കെജെറാഗ് ബോൾട്ടൻ. 5 ക്യൂബിക് മീറ്ററോളം വിസ്തീർണമുള്ള ഒരു വലിയ പാറ. ഇത് പ്രകൃതിയുടെ ഒരു മാന്ത്രിക കഷ്ണം പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ഇതൊരു സാഹസിക ലക്ഷ്യസ്ഥാനം മാത്രമല്ല, 984 മീറ്ററോളം ആഴമുള്ള അഗാധത്തിൽ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ധൈര്യത്തിൻ്റെയും നിഗൂഢതയുടെയും പ്രതീകം കൂടിയാണ്. ഈ പാറ അസാധ്യമായ കാര്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ജെയിൻറ്റിനെ പോലെയാണ്. കാരണം ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സാധ്യമായ അപകടങ്ങൾ ഏത് നിമിഷവും സംഭവിക്കാം. ഒന്ന് കാല് വഴുതിയാലോ റോക്കിന് ഒന്ന് ആടിയുലച്ചൽ സംഭവിച്ചാലോ നമ്മൾ പോകുന്നത് അഗാധത്തിലുള്ള കടലിനുള്ളിലേക്കാണ്. ഇത് മനോഹരമായ ഫോട്ടോകൾ എടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രദേശമല്ല, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അതിർവരമ്പുകൾ അറിയുന്നതിന് വേണ്ടി ആളുകൾ എത്തിച്ചേരുന്ന ഇടമാണ്. ഓരോ നിമിഷവും ആകാംക്ഷയും നിഗൂഢതയും നിറഞ്ഞു നിൽക്കുന്ന മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഓരോ കാഴ്ചകളും നമുക്ക് സമ്മാനിച്ചത്. ലോകത്തെമ്പാടുമുള്ള അവിശ്വസനീയമായ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 7 വിചിത്ര പാറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓരോ പാറകൾക്കും അതിൻ്റേതായ നിഗൂഢതകളുണ്ട്. ഈ പാറകൾ അന്യഗ്രഹ ജീവികളുടെ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉൽപ്പന്നമായിരിക്കുമോ?
അതോ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഐതിഹാസികമായ കഥകളുടെ അടയാളങ്ങളായിരിക്കുമോ? പ്രകൃതി സ്വയം ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച അത്ഭുതങ്ങളായിരിക്കുമോ? ഇതിലേത് പാറയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത്? അത് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. 7 വിചിത്ര പാറകളിലൂടെയുള്ള ഈ യാത്ര എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.